ബോധ്യം ഈ വചനത്തിലൂടെ തരികയാണ്. ജെറമ്യാ 30:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വചനം പറയുക, സുഖപ്പെടുത്താനാവാത്ത വിധം നിനക്ക് മുറിവേറ്റിരിക്കുകയാണ്. നിന്നെ സഹായിക്കാൻ ഇപ്പോൾ ആരുമില്ല, നിന്നെ മനസ്സിലാക്കാൻ ഒരാളില്ല, നിന്റെ കാര്യം അന്വേഷിക്കുന്ന പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ ഒരു ശരീരത്തിൻ്റെ വേദനയേക്കാൾ അധികം നമ്മളെ അധികമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പോകുന്നൊരു കാര്യമാണ്. സുഖപ്പെടുത്താനാവാത്ത വിധം നൊമ്പരപ്പെട്ട് കീറി മുറിഞ്ഞ് നിൽക്കുകയാണ്. ആ വേദന ശരീരത്തിൻ്റെതല്ല, എന്നെ നോക്കാൻ ആരുമില്ല, എന്നെ പരിഗണിക്കാൻ ഒരാളില്ല, എൻ്റെ കാര്യം അന്വേഷിക്കാൻ പോലും ഒരാളില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ലൈഫ് സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. പക്ഷേ എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു മുറിവിൽ വേദനയിൽ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ, ഈശോയുടെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈശോ അടുത്ത് വന്ന് നിങ്ങളെ സൗഖ്യപ്പെടുത്തട്ടെ എന്നച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. സുഖപ്പെടുത്താനാവാത്ത വിധം മുറിവേറ്റപ്പെട്ട് കേൾക്കാൻ ഒരാളില്ലാതെ, നമ്മുടെ നൊമ്പരമൊന്ന് ഷെയർ ചെയ്യാൻ ഒരാളില്ലാതെ, നമ്മുടെ കാര്യം പരിഗണിക്കാൻ ഒരാളില്ലാതെ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ ഒരാളില്ലാതെ ചിലപ്പം